രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി റെഡിയായി കേട്ടോ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ് ഡോക്ടറിനെ കാണാനായിട്ട്. വേറെ ആർക്കും അല്ല പ്രശ്നം, എനിക്ക് തന്നെയാണ് ഗൈസ് പ്രശ്നം. എൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്ത് വെച്ച് വെക്കുമായിരുന്നു. ഇനി ഒരു സെറ്റ് റൂട്ട് കനാലും പിന്നെ ക്യാപ്പ് വിൽക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ടത്രേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോകട്ടോ. ഡോക്ടർ വിളിച്ചു പറഞ്ഞ മോളെ പെട്ടെന്ന് വരൂ, നമുക്കിന്ന് അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞാനോളും കൂടെ റെഡിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കേട്ടോ. ചെന്ന് ഡോക്ടറിനെ കണ്ടു ഗൈസ്. ഞാൻ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ദാണ്ട ഒരു മുഖക്കുരു വന്നു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഈ മുഖക്കുരു വരും കേട്ടോ. എന്തോ എന്നെ ആരോ അഗാധമായി പ്രേമിക്കുന്നു. ആരാണെന്ന് വെച്ചാൽ തുറന്നു പറയൂ. ഒരു ജീവിതം തരാൻ ഞാൻ തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചേരം ഷോയൊക്കെ കാണിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. എത്തിയപ്പോഴത്തേന് പ്രാർത്ഥനയായിരുന്നു. ഈശ്വരാ ഗുരുവായൂരപ്പ കാത്തോളണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എല്ലാ ദൈവങ്ങളെയും ഞാൻ ഒരുമിച്ച് വിളിക്കുന്നത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ വെക്കും ഗൈസ്. എനിക്കതൊരു പേടിയാണ്. അത് ഒന്ന് രണ്ടൊന്നും അല്ലേ, എവിടൊക്കെ അവർ കയറ്റാൻ പറ്റും, വായിക്കകത്ത് മൊത്തവും കുത്തി വെക്കും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു സെറ്റും കൂടെ ചെയ്ത് കേട്ടോ. ഒരു സെറ്റും കൂടെ ചെയ്ത് പിന്നെ ക്യാപ്പ് നോക്കി കേട്ടോ. ഏത് നമ്മുടെ പല്ലിൻ്റെ കളർ തന്നെ വേണമെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ വെള്ളി വേണമെങ്കിലും വെക്കാം. ഞാൻ പല്ലിൻ്റെ കളർ തന്നെ നോക്കിയത് കേട്ടോ. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാൽ പോലും അതിരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ചിരിക്കുമ്പം വെള്ളി കത്തുന്നു എന്ന് പറയും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ലോട്ടറി എടുത്ത് ഗൈസ്. പെട്ടെന്നങ്ങാണ്ട് ലോട്ടറി അടിച്ച് പണക്കാരി ആയാലോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ വന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ റൂം കേട്ടോ. അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ.